thing next to you is a pain in the ass. ഹലോ. അപ്പം ആ പിൻ വേറെ ആരുമല്ല, ഇതാ ഈ ഇരിക്കുന്ന നമ്മുടെ നക്ഷത്രത്താഴ രാജയാണ്, എൻ്റെ കുഞ്ഞു താരക്കുട്ടി. താരക്കുട്ടിയുടെ 10th ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ October 26. ഇപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് വേറെ എന്തൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തത്. അവസാനം ഓൺ വോയിസിൽ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചു, ബിക്കോസ് വേറെ ഒന്നിനും ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച ബർത്ത്ഡേ സെലിബ്രേഷൻ, കുഞ്ഞ് സെലിബ്രേഷൻ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ 26 October അന്ന് കേക്ക് എത്താൻ ലേറ്റ് ആയത് കൊണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വെറുപ്പിച്ച് അവളുടെ മൂഡൊക്കെ ഒന്ന് സെറ്റാക്കി. അങ്ങനെ അക്കൂട്ടത്തിൽ ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനിടെ കേക്ക് വന്ന് പിന്നെ ഷടപടേ എല്ലാം ആയിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്തു, ബിക്കോസ് നമുക്ക് ലഞ്ചിന് പുറത്ത് പോകണമായിരുന്നു. അതുകൊണ്ട് വേഗം കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും വേഗം കഴിച്ചു. ഇതേ സ്പീഡിൽ തന്നെ കേക്ക് കഴിച്ചു. പിന്നെ കേക്ക് നമ്മുടെ ഒരു വീക്കെൻഡ്സ് ആയത് കൊണ്ട് തന്നെ പിന്നെയും അതിൽ നിന്ന് സ്പൂണ് വാരിയെടുത്ത് കഴിച്ച് അതിൻ്റെ ടേസ്റ്റോ ഒന്നും പറയാനില്ല, എന്താ ടേസ്റ്റായിരുന്നു. ആ സമയം അവൾക്ക് ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റ്സൊക്കെ അവൾ ഓപ്പൺ ചെയ്ത് എന്തൊക്കെയാണെന്നൊക്കെ നോക്കി. അതിൻ്റെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. വിളിച്ച വണ്ടി എത്തിയില്ല. അപ്പോൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ ബോറടിച്ച് ഞാൻ അവളോട് പറഞ്ഞത് എനിക്കൊരു പാട്ട് പാടിത്താ. അങ്ങനെ മനസ്സോടെ അവൾ എനിക്ക് നടന്ന പോകുമാ നീണ്ടു പാതയെ കൈവിരൽ പിടിക്കുക കൂടെയാരെ നീ. അപ്പോൾ പറഞ്ഞു തീരുന്നതിന് മുന്നേ അവൾ പാട്ട് പാടുകയും ചെയ്തു. അപ്പം എങ്ങനെ ഉണ്ടായിരുന്ന പാട്ട്? നല്ല ഉണ്ടായിരുന്നു. അത് അവൾ തന്നെ പാടിയ പാട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി. ഞങ്ങളുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റിൽ വന്നു. അവളുടെ ഫേവറേറ്റ് ഫിഷ് ടിക്ക കഴിച്ചു. പിന്നെ ബട്ടർ ചിക്കൻ, അത് പിന്നെ അതിനൊരു കോംപ്രമൈസ് ഇല്ല. ബട്ടർ ചിക്കൻ എവിടെയായാലും ഞങ്ങൾ ബട്ടർ ചിക്കൻ ഓർഡർ ചെയ്തിരിക്കും. പിന്നെ ബട്ടർ ചിക്കൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത വേറൊരു കാര്യമുണ്ട്, റൈസ്. നമ്മൾ കേരളത്തിൽ ജനിച്ച് വളർന്നവരല്ലേ, അപ്പോൾ നമുക്ക് റൈസ് ഇല്ലാതെ കഴിക്കാൻ പറ്റുമോ? എന്ത് വന്നാലും റൈസ് അത് മസ്റ്റാണ്. എന്നെപ്പോലെ തന്നെ അവൾക്കും റൈസിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ മട്ടനും ചിക്കനും ഒക്കെ ആയിരുന്നു സ്പെഷ്യൽ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് നടന്നു. ഹൈവേൻ്റെ സൈഡൊക്കെ നടന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഈ വർഷത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു. ബൈ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.